എഫിന്റെ സംസ്ഥാന പ്രസിഡന്റായ PK നവാസ് സാഹിബിനെയും അദ്ദേഹത്തിന്റെ സംഘടനയും വർഗീയവാദിയെന്നും വർഗീയ സംഘടനയെന്നും ചാപ്പകുത്തുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. കണ്ണൂർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികൾ അവർ പൊന്നാപുരം കോട്ടയാക്കി വെച്ചിരുന്ന SFI ചെങ്കോട്ടയാക്കി വെച്ചിരുന്ന യൂണിവേഴ്സിറ്റികളിലടക്കം MSF കടന്നു ചെല്ലുകയും അവിടെ വിജയിക്കുകയും അവിടെ യൂണിയൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ യൂണിയൻ നിലനിർത്തുകയും ചെയ്തതിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടിയിട്ടാണ് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഇത്തരം തരം താഴ്ന്ന ആരോപണവുമായി MSFന്റെ നേർക്കേക്ക് വന്നിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്നത് പൊട്ടന്മാരല്ല. ഈ SFI ഇങ്ങനെയൊരു ആരോപണം ഉയർത്തുന്ന സമയത്ത് ഒന്നാമത്തെ നമ്മുടെ വാദം എന്നുള്ളത് അത് SFIയുടെ പരാജയവും തോൽവിയും മറക്കാൻ വേണ്ടിയുള്ള അവരുടെ ഒന്നാം നമ്പറാണ്. രണ്ടാമത്തെന്നുള്ളത്, ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഇത് ആദ്യമായിട്ടല്ല MSF കേൾക്കുന്നത്, ഇത് ആദ്യമായിട്ടല്ല മുസ്ലിം ലീഗ് കേൾക്കുന്നത്. CPMന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, മുമ്പ് ഈ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും അറബി ഉറുദു ഭാഷകൾ പഠിപ്പിക്കാനുള്ള നീക്കവുമായി അറബി അധ്യാപക നിയമനവും ഉറുദു അധ്യാപക നിയമനവും സംസ്കൃത അധ്യാപക നിയമനവും കൊണ്ടുവന്ന ഒരു ചരിത്രമുണ്ട് കേരളത്തിൽ. ആ കേരളത്തിൽ ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവന്നതിന് ശേഷം CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് നിയമസഭയിലേക്ക് എത്തിയതിനു ശേഷം അന്നുണ്ടായിരുന്ന ഇടതുപക്ഷ MLA മാർ അദ്ദേഹത്തെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ ഒരിക്കലും ചരിത്രത്തെ മറക്കുകയില്ല. നിയമസഭാ രേഖകൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായി മനസ്സിലാക്കും. അങ്ങനെ CH മുഹമ്മദ് കോയ സാഹിബ് നിയമസഭയിൽ എത്തിയതിനു ശേഷം ഇടതുപക്ഷ MLA മാർ അദ്ദേഹത്തിനെ നോക്കി പറഞ്ഞത്: ഞങ്ങൾ കടന്നു വരുന്ന വഴിയിൽ ഞങ്ങളുടെ ചെരുപ്പൊന്ന് പൊട്ടി, ഞങ്ങളുടെ കുടയൊന്ന് പൊട്ടി, അത് നന്നാക്കാൻ ഇവിടെ ആളുകളില്ല. എന്തുകൊണ്ട് എന്ന് അന്വേഷിച്ചപ്പോൾ ചെരുപ്പ് തുന്നികളും കുട നന്നാക്കുന്നവരെയും പിടിച്ച് കോയ അറബി ഭാഷ അധ്യാപകരാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ തികച്ചും വംശീയവും വർഗീയവുമായ പരാമർശം ഇന്നോ ഇന്നലെയോ SFIയോ അവരുടെ മാതൃസംഘടനയായ CPMO തുടങ്ങി വെച്ചതല്ല.